ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ കോഴ ആരോപണ കേസ് കെട്ടിച്ചമച്ചത് എന്ന് പോലീസ്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ASF മുൻ നേതാവ് ബാസിദ് അടക്കം 4 പേരാണ് കേസിലെ പ്രതികൾ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നതായി അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? വേണു, മകന്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കാൻ ആരോഗ്യ മന്ത്രിയുടെ PAക്ക് കോഴ നൽകിയെന്ന മലപ്പുറം സ്വദേശി ഹരിദാസിന്റെ ആരോപണമായിരുന്നു ഈ വിവാദങ്ങൾക്ക് തുടക്കം. മലപ്പുറം സ്വദേശി ഹരിദാസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച കോഴ നൽകിയെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്ന കാര്യം. ഇതിന് പിന്നാലെയാണ് ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമായത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 1 ലക്ഷം രൂപയും പിന്നീട് 50,000-ഉം 25,000-ഉം ഇങ്ങനെ 1.25 ലക്ഷം രൂപയാണ് നിയമനം ലഭിക്കാൻ ആരോഗ്യമന്ത്രിയുടെ PAക്ക് കോഴ നൽകിയത്. ഇതായിരുന്നു ആരോപണങ്ങൾക്ക് തുടക്കം. പക്ഷേ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ ഹരിദാസ് ഈ മൊഴി മാറ്റിപ്പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ PA അഖിൽ മാത്യുവിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നതായിരുന്നു ആരോഗ്യമന്ത്രി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ആരോപണം അല്ലെങ്കിൽ ആ വാദം പൂർണ്ണമായും ഈ കുറ്റപത്രത്തിൽ തള്ളുന്നുണ്ട്. നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട പ്രതികൾ നടത്തിയ തട്ടിപ്പ് എന്നതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. നിലവിൽ 4 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. മുൻ ASF നേതാവ് KP ബാസിദ്, ഒപ്പം സുഹൃത്തുക്കളായ ലെനിൻ രാജ്, റയീസ്, പത്തനംതിട്ടയിലെ CITUവിലെ മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവ്, ഈ 4 പേരാണ് നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളത്. നേരത്തെ ആരോപണം ഉന്നയിച്ച ഹരിദാസിനെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നെങ്കിലും സാക്ഷിയായാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആരോഗ്യമന്ത്രിക്ക് എതിരെയും ഒപ്പം ആരോഗ്യമന്ത്രിയുടെ PAക്കെതിരെയുമുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് നിലവിൽ ഈ ആരോപണങ്ങളിൽ പങ്കില്ല. ഒപ്പം ആരോഗ്യമന്ത്രിക്കും ഈ PA അഖിൽ മാത്യുവിനും ക്ലീൻ ചീറ്റ് നൽകുക കൂടിയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യം. കൃത്യമായൊരു ഗൂഢാലോചന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികൾ നടത്തി. വ്യാജരേഖ ഉൾപ്പെടെ ചമച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വലിയ തരത്തിൽ അന്ന് രാഷ്ട്രീയ വിവാദമായിരുന്നു. വലിയ തരത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് അടക്കം പറഞ്ഞിരുന്ന ഒരു കേസിലാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന് മന്ത്രിക്കും PAക്കും ക്ലീൻ ചീറ്റ് നൽകുന്നു. ഒപ്പം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദം കൂടി തള്ളുന്നു. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.